RSS തന്ത്രം മെനയുകയാണ്. ഇനിയുള്ള 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിലും പശ്ചിമ ബംഗാളിലും BJPയെ വിജയിക്കുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് RSS. അതിൻ്റെ ഭാഗമായിട്ടൊരു വമ്പൻ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശരിയാണ്. ഇനി ബംഗാളും ബീഹാറുമാണ് BJPയുടെ മുന്നിലെ കടമ്പകൾ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് വന്ന ബംഗ്ലാദേശികളെ അവിടെ നിർത്തിക്കൊണ്ട് അവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ നൽകിക്കൊണ്ട് അവരെ എന്ത് തോന്നിവാസത്തിനും അഴിച്ചു വിട്ടുകൊണ്ട് അവരിൽ നിന്ന് വോട്ട് മാത്രം വാങ്ങുക, മറ്റെന്തവർ കാണിച്ചാലും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ പോകുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 27 വർഷങ്ങൾ കൈ അകലത്തിൽ നിന്ന ഡൽഹിയെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ BJPക്ക് കഴിഞ്ഞത് RSSൻ്റെ പിൻബലത്തോടു കൂടി തന്നെയാണ്. RSS ഡൽഹിയിൽ 50,000 യോഗങ്ങളാണ് നടത്തിയത്. ഇത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. BJP എന്ത് ചെയ്താലും കൃത്യമായി അത് ന്യൂസാക്കുന്ന മലയാള മാധ്യമങ്ങൾ പോലും RSS നടത്തിയ തന്ത്രപ്രധാനമായ യോഗങ്ങൾ, പ്രവർത്തനങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് RSS എന്ന് പറയുന്ന സ്വയം സേവക സംഘത്തെ നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ളതാണ്. RSS ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അത് വിജയം കണ്ടേ തിരിച്ചു വരൂ എന്നുള്ളത് പല ആവർത്തി നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ RSS ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ കേരളത്തിൽ RSSന് ഇറങ്ങേണ്ടതിൻ്റെ സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിഷയം വരുമ്പോൾ RSS കൃത്യമായി ഇടപെടലുകൾ നടത്തണമെങ്കിൽ ആദ്യം കൃത്യമായ ഒരു വേരൂന്നൽ, കൃത്യമായ ഒരു അടിത്തറ ആ സംസ്ഥാനത്ത് ഉണ്ടാകണം. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് RSS കേരളത്തിൽ. RSS കൃത്യമായ ഇടപെടലുകൾ, തന്ത്രങ്ങൾ എല്ലാം കൃത്യമായി കേരളത്തിൽ നടത്തുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമാണ്. ഡൽഹിയിൽ 50,000 യോഗങ്ങൾ RSS നടത്തി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ 50,000 യോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് RSS ഡൽഹിയിൽ BJPയെ അല്ലെങ്കിൽ താമരയെ വിരിയിപ്പിച്ചത് എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി ആരാകും, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഏത് തരത്തിലാണ് ഭരണം കാഴ്ചവെക്കേണ്ടത്, ഇതൊക്കെ RSS ആണ് തീരുമാനിക്കുന്നത്. മുന്നിൽ നിന്ന് നയിക്കുന്നത് BJP ആണെങ്കിലും പിന്നിൽ നിന്ന് ചരടുകൾ വലിക്കുന്നതും കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ അവിടെ എത്തിക്കുന്നതും RSS ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മിഷൻ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു വമ്പൻ പദ്ധതിയാണ്. ബീഹാറിലാണ് ഇത് നടത്താൻ RSS പോകുന്നത്. അതായത് ഇനി 8 മാസമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. ഈ തിരഞ്ഞെടുപ്പിൽ ബീഹാർ ഈസിയായി കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനായി RSS തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതിയാണ് മിഷൻ തൃശ്ശൂർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും മിഷൻ തൃശ്ശൂർ, അല്ല, മിഷൻ തൃശ്ശൂർ എന്നാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് RSS തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 3 നിർണായക വിഷയങ്ങളിൽ RSS ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ബീഹാറിൽ എന്നതാണ്. ഇത് ദേശീയ മാധ്യമങ്ങളടക്കമാണ് ഈ RSSൻ്റെ പുതിയ ദൗത്യം വെളിയിൽ വിട്ടിരിക്കുന്നത്, പുറത്തറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രഹസ്യാത്മക സർവ്വേകളിലൂടെ അതൃപ്തരായ വോട്ടർമാരുടെ പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. എന്താണ് അവിടുത്തെ വോട്ടർമാർക്ക് ഉള്ള പ്രശ്നങ്ങൾ, അത് ഏതൊക്കെ തരത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഏറ്റവും സ്വാധീനമുള്ള വിഷയങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് ആഖ്യാനം രൂപപ്പെടുത്തുക. ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി BJPക്കുള്ള തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളും അപകട സാധ്യതകളും വിശകലനം ചെയ്യുക എന്നതാണ് RSS ലക്ഷ്യമിടുന്നത്. ഇനി മറ്റൊന്ന്, RSSൻ്റെ പ്രാദേശിക ശാഖകളെ പ്രയോജനപ്പെടുത്തി അതീവ രഹസ്യമായാണ് ഈ സർവേ നടത്തുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ബീഹാറിലുടനീളം ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും RSS ലക്ഷ്യമിടുന്നുണ്ട്. ബീഹാറിനെ വടക്കൻ ബീഹാർ, ദക്ഷിണ ബീഹാർ എന്നിങ്ങനെ തിരിച്ച് കാര്യക്ഷമമായ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് RSS നീങ്ങിയെന്നാണ് വിവരം. സമഗ്രമായ ബൂത്ത് തല സർവ അവലോകന യോഗം മാർച്ചിൽ ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് 2 സംസ്ഥാനങ്ങളിലാണ് നോട്ടമെങ്കിലും ഏറ്റവും കൂടുതൽ, കാരണം 8 മാസമേ ഇനി ബീഹാർ തിരഞ്ഞെടുപ്പിനുള്ളൂ. നവംബറിലാണ് ബീഹാർ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നവംബറിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ഡൽഹിയിൽ 50,000 യോഗങ്ങൾ കൂടിയെങ്കിൽ അതിൽ കൂടുതൽ യോഗങ്ങൾ ബീഹാറിൽ കൂടാനും അവിടെ
അതൃപ്തരായ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് ബൂത്ത് തലത്തിലും പ്രാദേശിക തലത്തിലും ആളുകളെ ഇറക്കി RSSലെ അണികളെ ഇറക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് മനസ്സിലാക്കി അതിൽ BJPക്ക് അപകടകരമായ കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ട്, അതെങ്ങനെ അപകടകരമല്ലാത്ത രീതിയിലേക്ക് മാറ്റാം, ഇതൊക്കെ രഹസ്യാത്മകമായാണ്. ഇതൊന്നും നമ്മൾ ആരും അറിയില്ല എന്നുള്ളതാണ്. കേരളത്തിലും ഇത്തരം രഹസ്യാത്മക അവലോകനങ്ങൾ കുറേ നാളുകളായി RSS നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ആലപ്പുഴയും ആറ്റിങ്ങലും പാലക്കാടും ഒക്കെ നമുക്കിങ്ങനെ വോട്ടിൻ്റെ വിഹിതം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തവണ ചേലക്കരയിൽ 10,000-ഓളം വോട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടിയത് എന്നുള്ളത്. ഓരോ തിരഞ്ഞെടുപ്പിലും BJP വളരുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. BJPയുടെ തോൽവി, കേരളത്തിലെ തോൽവി കൊട്ടിഘോഷിക്കുമ്പോൾ BJPയുടെ വളർച്ച, വോട്ടിംഗ് ഷെയറിൻ്റെ മുൻതൂക്കം, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അവിടെയാണ് RSS കൃത്യമായ പ്ലാനിങ് നടത്തുന്നത്. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കാലമായില്ല. ആവുമ്പോൾ ഞങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ പരാജയങ്ങൾ നന്നായി ആഘോഷിക്കും. നിലവിൽ ഇപ്പം ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ BJP വെക്കുന്നുണ്ടെങ്കിലും ഏറെ കടമ്പകൾ കടക്കാനുണ്ട്. ഒറ്റയ്ക്കൊരു ഭരണം ഇല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇതുവരെ ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മറ്റ് പല കൂട്ടുകക്ഷികൾക്കൊപ്പം ചേർന്നാണ് ഭരിക്കുന്നത്. എന്തൊക്കെ ആൻറ്റി ഇൻക്യുബൻസിയാണ്, അതായത് ഭരണവിരുദ്ധ വികാരമാണ് ബീഹാറിൽ നേരിടുന്നത് നിതീഷ് കുമാറിൻ്റെ സർക്കാർ, NDA സർക്കാർ. നിതീഷ് കുമാറിൽ ആളുകൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു, നേരത്തെ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ വ്യാപകമായിരിക്കുന്നു എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം സഫലീകരിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല, ഗൗതം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് RSS കൃത്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞത് എന്നുള്ളതാണ്. 15 വർഷമായി നിതീഷ് കുമാർ തന്നെയാണ് ബീഹാറിലെ മുഖ്യമന്ത്രി. നിതീഷ് കുമാർ എങ്ങോട്ട് പോകുമെന്നുള്ളത്, കാരണം ഇന്ന് കിടന്നുറങ്ങുന്ന നിതീഷ് കുമാർ നാളെ രാവിലെ എണീക്കുമ്പോൾ പാർട്ടി മാറും. ഈ കുപ്പായം മാറും പോലെയാണ് നിതീഷ് കുമാർ പാർട്ടി മാറുന്നത്. നിതീഷ് കുമാറിനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പത്രമാധ്യമങ്ങൾ തന്നെയാണ് വലിയ രീതിയിൽ വാർത്ത പുറത്തുവിട്ടത്. അല്ലെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ പോകും. അതാണ് നിതീഷ് കുമാർ. അപ്പൊ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് നിതീഷ് കുമാർ. അപ്പൊ നിതീഷ് കുമാർ എങ്ങോട്ട് പോകുമെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയില്ല. അപ്പൊ നിതീഷ് കുമാറിനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നാളെ നിതീഷ് കുമാർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം വരും. പിന്നെ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ് ബീഹാറിൽ. ബീഹാറികൾ മുഴുവൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മലയാളികൾ മുഴുവൻ വിദേശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇവിടെ ഒഴിവ് വരും. ബീഹാറിൽ നിന്ന് വരുന്ന ആളുകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ രീതിയിൽ അവിടുത്തെ ആളുകളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പല ചെയ്തികളും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കല്ല. അതാണ് RSS ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. ജനങ്ങൾക്ക് അസംതൃപ്തരായ ജനങ്ങൾ എന്തുകൊണ്ട് അസംതൃപ്തരായി വോട്ടർമാർ, മാത്രമല്ല BJP എന്തുകൊണ്ട് അവർ അകറ്റി നിർത്തുന്നു എന്നുള്ളൊരു ചോദ്യവും കൂടി. BJPക്ക് 74 സീറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. എന്തായാലും മിഷൻ തൃശ്ശൂർ എന്ന് പറയുന്നത് BJPക്ക് ബീഹാറിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കരുത്തായി മാറ്റാൻ RSS ശ്രമിക്കുകയാണ്. ആ ശ്രമം പരാജയപ്പെടില്ല. കാരണം ഡൽഹിയിൽ RSSന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ബംഗാളും ബീഹാറും ഇനി താമരക്കാലം കൊണ്ട് നിറയുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്.